എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതേ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു റൗണ്ട് അപ്പ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും ഞാൻ ടൈം കളയുന്നില്ല. അപ്പം നമുക്ക് തുടങ്ങിക്കളയാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, എനിക്ക് നല്ല രീതിയിൽ തന്നെ തൊണ്ടവേദനയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് അത് ഞാൻ കൂടുതൽ കിടന്ന് അലറാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, വാർണർ ബ്രോസിലേക്ക് നമ്മളിപ്പോൾ നോക്കിയാൽ അവർ ചറപ്പറ ടീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയെക്കുറിച്ച്. അതായത് കുറേയധികം രീതിയിൽ നിങ്ങൾക്ക് എന്താ TV റിവ്യൂസ് കാണാൻ കഴിയുന്നുണ്ട്, ഷോർട്ട് ക്ലിപ്സ് നമുക്ക് അവർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേയധികം ട്രെയിലേഴ്സ് ഇട്ട് അവർ ഈ പടം സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ ഞാൻ നിങ്ങളോട് ഇത്രയേ പറയുള്ളൂ, ഇനി കുറച്ച് ദിവസം കൂടി ഇനി സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ സ്പോയിലേഴ്സ്, വാർണർ ബ്രോസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പോയിലേഴ്സ് നിങ്ങൾ മാറ്റി വയ്ക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സിനിമ നല്ല രീതിയിൽ തന്നെ സ്പോയിലർ ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഇതേ സെയിം കാര്യം തന്നെയാണ് അവർ സത്യം പറഞ്ഞാൽ ഗോഡ്സില VS കോങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോഴത്തേക്കും മെക്ക ഗോഡ്സില ഇട്ട് വരെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന കാര്യം തന്നെ. സോ അത് നിങ്ങൾ എന്താണെങ്കിലും ആദ്യമേ മനസ്സിലാക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നമ്മൾ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഷിമോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഗോഡ്സില ആണെന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പൊട്ടത്തരമൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഗോഡ്സിലയല്ല, അത് ഷിമു ആണ്. ഇനി ആരാണ് ഷിമു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിലെ സെക്കൻഡ് വില്ലനാണ് ഷിമു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഗോഡ്സിലയുടെ ആ ഒരു യൂണിവേഴ്സിനകത്ത് ഇത് എവിടെ വരുമെന്ന് ചോദിച്ചാൽ ഗോഡ്സിലയുടെ യൂണിവേഴ്സിൽ വരില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് പറഞ്ഞാൽ ജാപ്പനീസിലെ ടോഹോ ഗോഡ്സില യൂണിവേഴ്സിലേക്ക് നമ്മൾ നോക്കിയാൽ ഇങ്ങനെയൊരു ടൈറ്റനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എവിടെ നിന്ന് ഈ ഒരു ടൈറ്റൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൺസ്റ്റർ വേഴ്സിന് വേണ്ടിയിട്ട് ലെജൻഡറി പിക്ചേഴ്സാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ടൈറ്റനെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ തികച്ചും മോൺസ്റ്റർ വേഴ്സിന് വേണ്ടിയിട്ട് ലെജൻഡറി പിക്ചേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ടൈറ്റൻ തന്നെയാണ്. ആൻഡ് ഈ ഒരു ടൈറ്റൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് ആണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് കാണാൻ പോകുന്നത് തന്നെ. ആൻഡ് ആദ്യത്തെ അപ്പിയറൻസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ടൈറ്റനെ അവർ സത്യം പറഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടി ആയിട്ട് മോൺസ്റ്റർ വേഴ്സിൻ്റെ ഒരു കൊളാബ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഗെയിമിനകത്ത് നമുക്ക് എന്താണെങ്കിലും ഗോഡ്സില്ലയുടെയും അത് കൂടാതെ തന്നെ ഷിമുടെയും ഒരു കേവ് ഡ്രോയിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏകദേശം നമുക്ക് ഫസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്ന ഷിമുടെ ടീസ്. ആൻഡ് ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഷിമു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് തികച്ചും നമ്മുടെ ലെജൻഡറി പിക്ചേഴ്സിൻ്റെ യൂണിവേഴ്സിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ഒറിജിനൽ മോൺസ്റ്ററാണ് ഇവർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മോൺസ്റ്ററിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. എന്താണ് ഈ ഒരു ടൈറ്റൻ എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കിയാൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതൊരു ഫീമെയിൽ മോൺസ്റ്ററാണ്. അതായത് ഈ ഒരു ടൈറ്റൻ ഒരു പെണ്ണാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് അത് കൂടാതെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈറ്റനാണ് ഐസ് ഏജിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി ഭരിച്ചുകൊണ്ടിരുന്ന ഡൈനോസേഴ്സൊക്കെ ആയിരുന്നു. പക്ഷേ മോൺസ്റ്റർ വേഴ്സിൻ്റെ ഇതിനകത്ത് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റൻസ് ആയിരുന്നു നമ്മുടെ വേൾഡ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു സിറ്റുവേഷനകത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ ടൈറ്റൻ ആയിരുന്നു ഷിമു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മോൺസ്റ്റർ വേഴ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ചിലപ്പോൾ ഗോഡ്സിലയുടെ അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ഷിമോ സത്യം പറഞ്ഞാൽ ബാറ്റിൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിക്കാരൻ ആ ഒരു പവറൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കാം ഐസ് ഏജ് ഭൂമിയിൽ മൊത്തം വന്നതെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയൊരു ടീസ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽ ടീസറിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രസീലിലെ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് നമ്മൾ ശ്രദ്ധിച്ച് ദൂരത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഷിമു ക്ലൗഡ്സിൽ കൂടി അതായത് ഫ്രീസ് ബ്രത്ത് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ ഷിമോയുടെ സൈസിലേക്ക് നമുക്ക് പോകാം. കാരണം ടൈറ്റൻസിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് എത്രത്തോളം സൈസ് ഉണ്ട് ഈ ഒരു സാധനത്തിന് എന്നുള്ളൊരു കാര്യം തന്നെ. ട്രെയിലേഴ്സിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോങ് സത്യം പറഞ്ഞാൽ ഷിമോയുടെ ഫ്രണ്ടിനകത്ത് ഭയങ്കര ചെറുതാണ്. ഇവൻ നമുക്ക് സ്കാർക്കിങ്ങിനെ നോക്കിയാലും അറിയാൻ പറ്റും കോങ്ങും സ്കാർക്കിങ്ങും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ നമുക്ക് എന്താണെങ്കിലും ആ ഒരു സൈസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. സോ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഷിമോ ആണ് ഏറ്റവും വലിയ നമ്മൾ മോൺസ്റ്റർ വേഴ്സ് ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സൈസുള്ള ടൈറ്റൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഗിഡോറയെക്കാളും അതുകൂടാതെ മെക്ക ഗോഡ്സിലേക്കാളും ഒക്കെ വലുതാണ്. അതായത്
ഗോഡ്സില വരെ ചെറുതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. ഇനി അപ്പിയറൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഷിമോൻ്റെ കളർ സത്യം പറഞ്ഞാൽ വൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ആ ഒരു ഐക്കോണിക് ബ്ലൂ ഐസ് എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗോഡ്സിലെ പോലെ ഡൊറോസൽ പ്ലേറ്റ്സ് സത്യം പറഞ്ഞാൽ ഷിമോയ്ക്കും ഉണ്ട്. കാരണം ഗോഡ്സില ആ ഒരു അറ്റോമിക് ബ്രീത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫ്യൂഷൻ റിയാക്ട് ചെയ്ത് വരുന്നതെല്ലാം നമുക്ക് ആ ഒരു പ്ലേറ്റ്സിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സെയിം സാധനം തന്നെ അതായത് ഷിമോ ആ ഒരു ഫ്രോസ്റ്റ് ബ്രീത്ത് യൂസ് ചെയ്യുന്ന സമയത്തും ആ ഒരു പ്ലേറ്റ്സിൽ കൂടി വരുന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കണം, അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഏകദേശം അതായത് ഗോഡ്സിലയുടെ ആ ഒരു വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ളൊരു മോൺസ്റ്റർ ആയിട്ടുള്ളൊരു ടൈറ്റൻ തന്നെയാണ് ഷിമോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് തന്നെ. ഇത് എത്രത്തോളം ആ ഒരു പ്ലോട്ടിനകത്ത് കൊണ്ടുവരും, ഇനിയിപ്പോൾ എങ്ങാനും ഒരു ഗോഡ്സിലയുടെ അമ്മ വല്ലതുമാണ് ഷിമോ എന്ന് അവസാനം പറഞ്ഞുണ്ടാക്കുക എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതാണ് നമുക്കിപ്പോൾ ഏകദേശം ഷിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയ്ക്കകത്ത് അവർ നമുക്ക് എർത്തും ആ ഒരു ഹോളോ എർത്തിൻ്റെ തിയറീസും കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രൊമിനൻ്റ് ആയിട്ട് ഹോളോ എർത്തിൽ കൂടിയിട്ടുള്ള ട്രാവൽസും കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി ഈ ഒരു സിനിമ അതായത് ഇവർ രണ്ടുപേരും തമ്മിട്ടുള്ളൊരു ടീമപ്പാണ്, അല്ലാതെ ഇവർ രണ്ടുപേരും തമ്മിട്ടുള്ള അടിയല്ല. അതെന്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സ്കാർ കിങ് ഷിമോ ഒരൊറ്റ ടീമായിരിക്കും, അത് കൂടാതെ തന്നെ ഗോഡ്സിലയും കോങ്ങും ഒരു ടീമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഷിമോ ആണോ ഒരു സിനിമയുടെ മെയിൻ വില്ലൻ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഷിമോ സെക്കൻഡറി വില്ലൻ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലൻ സ്കാർ കിങ് തന്നെയാണെന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി സ്കാർ കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ അത് നേരത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ വൺ ഓഫ് ദി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റൻ കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിമോയെ കൺട്രോൾ ചെയ്യുന്ന സ്കാർ കിങ്ങിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും, കാരണം ഇത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ടൈറ്റനാണ്, എങ്ങനെയായിരിക്കും സത്യം പറഞ്ഞാൽ അപ്പോൾ സ്കാർ കിങ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സ്കാർ കിങ് സത്യം പറഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരവാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ചില സീൻസിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഷിമോയെ ആ ഒരു ചെയിൻസിലൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സെയിം ചെയിൻ തന്നെ സ്കാർ കിങ്ങും അത് കൂടാതെ തന്നെ കോങ്ങും തമ്മിട്ടുള്ള ഫൈറ്റിൽ യൂസ് ചെയ്യണം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ മേ ബി ചിലപ്പോൾ ആ ഒരു ചെയിൻ എന്തെങ്കിലും വലിയ ക്രിപ്റ്റനൈറ്റ് ആയിരിക്കാം, സൂപ്പർമാൻ്റെ പവർ ഇത് കളയുന്നത് പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഷിമോയുടെ ഒരു കുട്ടി അല്ലെങ്കിൽ ഷിമോയുടെ എഗ്ഗ് വല്ലതും സത്യം പറഞ്ഞാൽ സ്കാർ കിങ്ങിൻ്റെ കയ്യിലുണ്ടാകും. സോ അതുകൊണ്ട് മാത്രമായിരിക്കും സ്കാർ കിങ്ങിനെ അനുസരിച്ച് ഷിമോ നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഷിമോ ഒരു വില്ലനാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ മോൺസ്റ്റർവേഴ്സിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ അതേ ഞാൻ പറഞ്ഞ ഷിമോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു ആൻറ്റി ഹീറോ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ്ലി സ്കാർ കിങ് കാരണമായിരിക്കാം സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇവിടെയായിരിക്കും സത്യം പറഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ പ്ലോട്ട് വരാൻ പോണ ഈ ഒരു സിനിമയ്ക്കകത്ത്. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകുന്നത് നേരത്തെ ഗോഡ്സില വേസ് കോങ്ങിൻ്റെ അടിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഗോഡ്സിലയും കോങ്ങും കൂടിയിട്ട് രണ്ടുപേരും കൂടി ഷിമോയ്ക്കും അത് കൂടാതെ തന്നെ സ്കാർ കിങ്ങും എതിരായിട്ടുള്ളൊരു ഫൈറ്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. സോ അപ്പോൾ ഹ്യൂമൻസ് ഇതിനകത്ത് എവിടെയാണ് റെലവൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതായിരിക്കും. അതായത് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഷിമോൻ്റെ ആ ഒരു ലെവറേജ്, അതായത് സ്കാർ കിങ്ങിൻ്റെ കയ്യിലുള്ള ആ ഒരു ലെവറേജ് അതായതെന്ന് പറഞ്ഞാൽ ആ ഒരു മുട്ടയാണെങ്കിലും കുഞ്ഞിനെയാണെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഹ്യൂമൻസിൻ്റെ പ്ലോട്ടിനകത്ത് അവർ കാണിക്കാൻ പോണേന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ അത് തന്നെ ആയിരിക്കാം സിനിമയുടെ മെയിൻ ഇത്. ഫൈനലി ഇവരെല്ലാവരും കൂടി ടീം അപ്പ് ചെയ്യുന്നിടത്ത് സ്കാർ കിങ്ങിനെ തോപ്പിക്കുമായിരിക്കാം. സോ ഇത് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കൂടുതൽ ടെറിട്ടറിയിൽ എന്നൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങളെല്ലാം വാർണർ ബ്രോസ് തന്നെ കാണിച്ച് സ്പോയിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. എന്താണെങ്കിലും ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു അടി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അത് നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇനി കോങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ കോങ്ങിന് ഇതിനകത്ത് എവിടെയാണ് റോള് വരുന്നതെന്ന് ചോദിച്ചാൽ കോങ്ങും സ്കാർ കിങ്ങിനെ തോപ്പിക്കുമെന്നാണ് എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഗോഡ്സില വിഎസ് ഷിമോ ആയിരിക്കും നമ്മൾ കാണാനും പോകുന്നത് തന്നെ, ദ ബാറ്റിൽ ഓഫ് ടൈറ്റൻസ്. ആൻഡ് നമ്മൾ ട്രെയിലറിനകത്ത് വേറെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഷിമോയുടെ ആ ഒരു ബ്രിത്ത് കൊണ്ടിട്ട് കോങ്ങിൻ്റെ ആ ഒരു ആക്സ് ഒക്കെ തകർന്നു പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം കോങ് ഒരു മെക്കാനിക്കൽ ആമിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം എത്രത്തോളം പ്ലോട്ടിൽ റെലവൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം നമുക്ക് സിനിമ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ബേസിക്കായിട്ട് നിങ്ങൾ അറിയേണ്ട ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. അതായതെന്ന് പറഞ്ഞാൽ
നമ്മൾ ഇതുവരെ ടോഹോ യൂണിവേഴ്സിൽ കാണാത്തൊരു പുതിയ മോൺസ്റ്ററായിട്ടാണ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡ്സില എക്സ് കോങ് എന്ന് പറഞ്ഞ ഒരു സിനിമ വരുന്നത്. ഇത് കാണാൻ വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങളുടെ ഫേവറേറ്റ് മോൺസ്റ്റർ വേഴ്സ് വില്ലൻ ആരാ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്നോട് ചോദിക്കണേ, എനിക്ക് അന്നും എന്നും ഗിഡോറ തന്നെയാണ്. ഗിഡോറെ ഷിമോ ഓവർടേക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സോ ഇനിയിപ്പോൾ അധികം ദിവസങ്ങളൊന്നുമില്ല, മാർച്ച് 29 തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്, നിങ്ങളും ആണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെ. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഗൈസ് സ്റ്റേ സേഫ്, ഗൈസ് സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഗോഡ്സില -1 അവരെ എങ്ങനെയെങ്കിലും OTT-ലെങ്കിലും ഇറക്കുക, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലെങ്കിലും കൊണ്ടുപോകാന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വൻ പൊളിയായിട്ടുള്ളൊരു പടമാണ്. ഗോഡ്സിലയുടെ ഒറിജിൻസ് ആണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് അവർ ഇറക്കാത്തത്? സോ ആ ഒരു കാര്യത്തിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ സാഡാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. സോ ടാറ്റ, ബൈ ബൈ.